എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫുഡ് ആൻഡ് ട്രിപ്സിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് സ്പൈസിയും ലിപ്സ് സ്മാക്കിങ്ങുമായ ബട്ടർ ഗാർലിക് മഷ്റൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബട്ടൺ മഷ്റൂംസ് 400 ഗ്രാം, 200 ഗ്രാം വീതമുള്ള 2 പായ്ക്കാണ്. ഞാനിത് നന്നായി കഴുകി നടുവെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 20 എണ്ണം വളരെ തിന്നായി അരിഞ്ഞത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വറ്റൽമുളക് ഡ്രൈ ഫ്രൈ ചെയ്ത് ഫ്ലേക്സ് ആയി പൊടിച്ചത് 1 ടീസ്പൂൺ, ഓയിൽ 2 ടേബിൾ സ്പൂൺ, ബട്ടർ 3 ടേബിൾ സ്പൂൺ, വിനെഗർ 1 ടേബിൾ സ്പൂൺ, പാഴ്സ്ലിയോ മല്ലിയിലയോ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഹീറ്റിലിട്ട് ഒരു ഡീപ്പ് ബോട്ടംഡ് പാൻ അതിലേക്ക് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടറിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം ഇപ്പോൾ ചേർക്കാം. ബാക്കി 1 ടേബിൾ സ്പൂൺ പിന്നീട് ഉപയോഗിക്കാനായി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ബട്ടർ മാത്രമായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്നുള്ളതിനാലാണ് ഓയിൽ മിക്സ് ചെയ്യുന്നത്. ബട്ടർ ഉരുകി വരുമ്പോഴേക്കും ഹീറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ചേർത്ത് ചെറിയ ചൂടിൽ ഫ്രൈ ചെയ്യാം. മഷ്റൂംസ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യണം. ഇനി മഷ്റൂംസ് ഒന്ന് സൈഡിലേക്ക് മാറ്റി സവോള ചേർക്കാം. സവോള ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് വഴറ്റാം. മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ബട്ടർ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഹീറ്റ് കുറച്ച് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഫ്ലേക്സായി പൊടിച്ച വറ്റൽമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം.
വറ്റൽമുളകും കുരുമുളകും ഗാർലിക്കും ബട്ടറിൽ അങ്ങനെ ഫ്രൈ ആയി വരുന്ന ഒരു അരോമ അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സ്ലി ചേർക്കാം. പാഴ്സ്ലി ഇല്ലെങ്കിൽ മല്ലിയിലയായാലും മതി കേട്ടോ. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ഗാർലിക് മഷ്റൂം റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തിയോടൊപ്പമോ ബ്രെഡിനോടൊപ്പമോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ സ്പൈസി ആയിട്ടുള്ളതും വളരെ ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.